തമിഴ്നാട് CID മിസ്റ്റർ രാംദാസ് ഹിയർ. ആര് മിനിസ്റ്ററോ? ഗസ്റ്റ് ഹൗസിലോ? ഓ വരാം. ആ ഉടനെ വരാം. സ്റ്റേറ്റ് പോലീസ്, തമിഴ്നാട് CID ഇതൊന്നും എനിക്ക് കേൾക്കണ്ട. കേസിന് വല്ല പുരോഗതി ഉണ്ടോ അത് പറ. കേസ് വളരെ വളരെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞു. പക്ഷെ ഒരു അപേക്ഷയുണ്ട്. സ്റ്റേറ്റ് പോലീസ് പറയുന്ന പോലെ സംശയം തോന്നുന്ന ആളെ ഇപ്പൊ തന്നെ പോയി അറസ്റ്റ് ചെയ്യാൻ സാർ ഞങ്ങളോട് പറയരുത്. നിങ്ങൾ ആരെ സംശയിക്കുന്ന പറയുന്നത്? ആള് ഞങ്ങളുടെ കൺമുന്നിൽ തന്നെ ഉണ്ട് സാർ. ആര്, ഞാനോ? അല്ല, ഞങ്ങളുടെ നിരീക്ഷണ വലയത്തിൽ. ഒരു വിശ്വാസത്തിന് വേണ്ടി ഞാൻ ചില തെളിവുകൾ കാണിക്കാം. കോൺസ്റ്റബിൾ, സോറി CID മിസ്റ്റർ വിജയൻ, ഓപ്പൺ ദ ബോക്സ്. പെട്ടി തുറക്കൂ. ഇത് അതിഭയങ്കരമായ ഒരു തെളിവാണ് സർ. സോറി, ഫിംഗർ പ്രിന്റ്സ്. ബാറ്റക്കാരാണോ കൊലപാതകികൾ? അല്ല സാർ, ഇനി മറ്റൊരു തെളിവും കൂടിയുണ്ട്. ഒരു മുഖം മൂടി. ഇനി ഒരേ ഒരു തുമ്പും കൂടി കിട്ടിയാൽ ഈ കേസിലെ എല്ലാ പ്രതികളെയും ഞങ്ങൾ അതോടെ പൂട്ടും. എന്ത് തുമ്പ്? കുറ്റവാളിയുടെ രക്തം. ഇനി അത് മാത്രമേ കിട്ടാനുള്ളൂ. രക്തമെടുക്കാനുള്ള സിറിഞ്ചും ക്ലോറോഫോമും ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മദ്രാശിയിലെ ആരൊക്കെയോ പിടിച്ചു എന്നോ കമ്മിറ്റി എന്നൊക്കെയാണല്ലോ പറഞ്ഞു കേട്ടുള്ളത്. എനിക്ക് വിശ്വാസം വരുന്നില്ല. അസംബ്ലി കൂടാൻ പോവാ. അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് ഞാനാ, നിങ്ങളല്ല. എത്രയും പെട്ടെന്ന് കേസ് തെളിയിച്ചില്ലെങ്കിൽ ഖജനാവിന് വരുത്തി വെച്ച നഷ്ടത്തിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. അങ്ങനെ പറയരുത് സാർ. അങ്ങനെ പറഞ്ഞാൽ ഞാനും ചിലതൊക്കെ പറയും. കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ ഉദരന്നൂർ ചെക്ക് പോസ്റ്റിൽ വെച്ച് കൊല്ലപ്പെട്ട രാജേന്ദ്രൻ എന്ന SA നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതൊരു കൊലപാതകമല്ല, സ്വാഭാവിക മരണം മാത്രമാണെന്ന് നിങ്ങൾ വരുത്തി തീർത്തു. അയാളുടെ കുടുംബത്തിന് ആനുകൂല്യങ്ങൾ നിഷേധിച്ചു. 2 വർഷത്തെ സർവീസ് തികയാൻ 2 ദിവസം കൂടി വേണമെന്ന് പറഞ്ഞ് അയാളുടെ വിധവയ്ക്ക് ജോലി നിഷേധിച്ചു. പാവങ്ങളായതുകൊണ്ട് അവർക്ക് കേസ് നടത്താൻ കഴിഞ്ഞില്ല. ആദ്യം അവർക്ക് നീതി നൽകൂ, പിന്നീട് കേസ് അന്വേഷണം മാസ്റ്ററൊക്കെ. കമാൺ. പെട്ടെന്ന് മനസ്സിലായി. ഒരു നിമിഷം. ഇപ്പൊ വരാം. ഏതോ പരസ്യചിത്രത്തിൽ നിന്ന് ഇറങ്ങി വന്ന മോഡലിനെ പോലുണ്ട്. ഈ വേഷം കണ്ടിട്ടാണോ? CIDകളുടെ ഒരു അന്തർദേശീയ വേഷമാണിത്. ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ഓർക്കുന്നില്ല. ഇനി ശ്രദ്ധിച്ചോളൂ. പിന്നെ മിനിസ്റ്ററോട് ഞാൻ കുറച്ച് ചൂടായി. ഏത് മിനിസ്റ്റർ? ഹോം മിനിസ്റ്റർ. ശോഭയുടെ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ അത് പ്രശ്നമാകുമെന്ന് ഞാൻ പറഞ്ഞു. പ്രശ്നം ഞാനൊന്ന് പഠിക്കട്ടെ എന്നായിരിക്കും അദ്ദേഹം പറഞ്ഞത്. ഇത് ഞാൻ നേരത്തെ എത്ര പ്രാവശ്യം കേട്ടിട്ടുള്ളതാ. ഇനി എന്നാണാവോ ഇവരൊക്കെ പഠിക്കുക? ശോഭ സമാധാനമായിട്ടിരിക്കൂ, എല്ലാം ശരിയാകും. ആരാ ആ കൗണ്ടറിൽ നിൽക്കുന്ന കള്ളത്താടിക്കാരൻ മൊട്ട? എവിടെ? ലെഫ്റ്റില്. അയ്യോ, അതിവിടുത്തെ ജോലിക്കാരനാ, പാവാ. അതുകൊണ്ട് കാര്യമില്ല. ഞങ്ങൾ CIDs വേഷം മാറുന്ന പോലെ കള്ളക്കടത്തുകാരും വേഷം മാറും. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ടെക്സ്റ്റൈൽ ഷോപ്പിൽ നീ ആരെ കാണാൻ പോയതാണ്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ അറിയിക്കും. ഇവിടെ നടക്കുന്നത് കേസന്വേഷണം അല്ല, പഞ്ചായത്തടിയാണെന്ന് ഞാൻ എഴുതും. ഉത്തരവാദപ്പെട്ട ഒരു ജോലി ചെയ്യാൻ വന്നിട്ട് മഞ്ഞപ്പിത്തം പിടിപെട്ടവന് എല്ലാം മഞ്ഞയായിട്ടേ തോന്നൂ. ഉത്തരവാദപ്പെട്ട ഒരു ജോലി ചെയ്യാൻ വന്നവനാണല്ലോ നീയും. നിനക്ക് ഞാൻ ക്ലോറോഫോം തന്നു, സിറിഞ്ച് തന്നു. ഇടാ, ഒരു മനുഷ്യന്റെ ഒരു തുള്ളി ചോര പോലും എടുക്കാൻ കഴിയാത്ത നീയൊക്കെ എവിടുത്തെ CID ആണ്ടാ? ക്ലോറോഫോം തീർന്ന പിന്നെ വേണ്ട, നിന്റെ സഹായം എനിക്ക് വേണ്ട. ആ കശ്മലന്റെ ചോര എടുക്കാൻ എനിക്കറിയാം. നമുക്ക് ഒരുമിച്ച്. വേണ്ട, ഒരുമിക്കണ്ട. 24 മണിക്കൂറിനകം അവന്റെ ചോരയെടുത്ത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. വല്ലതും ഓർഡർ ചെയ്തോ? ഇല്ല, താങ്കൾ വന്നിട്ടാകുന്ന കരുതി. ഓടെ സർ. 20 ചപ്പാത്തി. അത്രയും വേണം. സാറ് പേടിക്കണ്ട, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാന്ന്. വേറെ സർ? ബോൺലെസ് ചില്ലി ചിക്കൻ 4 ഫുൾ. 4 മതിയോ സർ? ഇപ്പൊ അത്രയും മതി. പിന്നെ ഫ്രൈഡ് റൈസ്. അല്ലെങ്കിൽ ഇത് ആദ്യം കൊണ്ടുപോവാ, ബാക്കി ഒന്നും അപ്പൊ ഞാൻ പറയാം. ആ,
eggs omelette. Yes, sir. Yes. എനിക്ക് മനസ്സിലായി. I'll ask him. Sir. What is this? This one. Stop it! സോറി സാർ എന്തോ കടിച്ചു സാർ. തന്റെ സർക്കസ് കാണാൻ വന്നല്ലെങ്കിൽ ഇവിടെ സത്യമായിട്ടും. വേറെ എടുത്തോണ്ട് വാടോ. പോയ് ഇഡിയറ്റ്. വാട്ട് ഈസ് ദിസ്? ചിക്കൻ ആലക്ക്. ഇന്ന് ഞാൻ- കടിച്ചു സാർ. ഇവനെ ഞാൻ അറിയും. ഇവനെ എനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു. എന്തോ മരുന്ന് കുത്തിവെച്ച് എന്നെ കൊല്ലാനാണ് അവന്റെ ശ്രമം. എന്നെ കൊന്ന് എന്റെ പരീക്ഷണ ഫലങ്ങൾ തട്ടിയെടുക്കാൻ ആരോ അയച്ചതാണ് ഇവനെ. കുഞ്ഞേട്ടാ കുഞ്ഞേട്ടാ കുഞ്ഞേട്ടാ. ആഹാ, പ്രഭാകരനായിരുന്നു. ഞാൻ വിചാരിച്ചു വല്ല CID ഉള്ള മറ്റായിരിക്കും. ചുമ്മാ അല്ല തന്നെ മദ്രാസ് പോലീസ് പിടിച്ചത്. താൻ പിന്നെ എന്തിനാ മുടിയും താടിയൊക്കെ വെച്ചേ? കുട്ടിച്ചാ തൂക്കിക്കണ്ടല്ലോ. എന്നെ വിളിച്ചോ? ആ, എവിടെയായിരുന്നു? തന്റെ പഴയ ഉഷാറൊക്കെ പോയോ? ആ CID-കളെ തട്ടാൻ പറഞ്ഞിട്ട് തട്ടിയില്ല. ഞാനാണെങ്കിൽ ദേവഗൌഡയെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക. നീ ആ ഇടുക്കിയിലോട്ടൊന്ന് വിളിച്ചു പറ, കഞ്ചാവ് ലാറി പുറപ്പെട്ടോളാൻ. നേരത്തെ ചെയ്തിട്ടുള്ള പോലെ ചെക്ക് പോസ്റ്റ് ഇടിച്ചു തീർക്കുകയോ പോലീസുകാരെ തട്ടുകയോ എന്ത് വേണോ ആയിക്കോട്ടെ, പക്ഷേ കഞ്ചാവ് മംഗലാപുരത്ത് എത്തിയിരിക്കണം. നിന്നെ ഇന്ന് ഞാൻ കൊല്ലും. എന്നെ കൊല്ലാൻ ആരാടാ നിന്നെ അയച്ചത്? അവനെയും കൊല്ലും നിന്നെയും കൊല്ലും. നിക്കടാ അവിടെ. I'll kill you. Kill you. Stop. Stop. I'll kill you. Stop there. I say you stop there. Stop there. Stop there. Stop there. I'll kill you. ഇതിന് ചീത്തയാകാൻ കൊണ്ടൊരു സമയം. യ്യോ.
സ്റ്റോപ്പ്. 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 സാർ, യെസ്, എന്താ പ്രശ്നം? ഈ കഞ്ചാവ് ലോറി, പഞ്ചാബ് ലോറിയോ? ഈ കഞ്ചാവ് ലോറി ഈ ഈ കഞ്ചാവ് ലോറി? അതെ, കഞ്ചാവ് ലോറി. അല്ല, ചെക്ക് പോസ്റ്റ് തകർത്ത് ഓടിയെന്ന് വിവരം കിട്ടി. ചെക്ക് പോസ്റ്റ്? ചെക്ക് പോസ്റ്റ് തകർത്താലും തോക്കുമായി വന്നാലും ഏത് കഞ്ചാവ് ലോറിയും ഞാൻ പിടിക്കും. താങ്കൾക്ക് ഞങ്ങളെ സംശയവും പുച്ഛവുമായിരുന്നല്ലോ, ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? ഇൻസ്പെക്ടർ, കൊലപാതകം അന്വേഷിക്കാൻ മാത്രമല്ല ഈ സംസ്ഥാനം തന്നെ ശുദ്ധീകരിച്ചിട്ട് ഞങ്ങൾ പോകൂ. ലോറി സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്യൂ. സി.ഐ.ഡി ഫ്രം തമിഴ്നാടു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. എത്രയോ വട്ടം ചെക്ക് പോസ്റ്റ് ചേർത്തിരിക്കുന്നു, എത്ര പോലീസുകാരെ കൊന്നിരിക്കുന്നു. പക്ഷെ ആരും നമ്മുടെ കഞ്ചാവ് ലാറി ഇന്നുവരെ പിടിച്ചിട്ടില്ല. താടി നീട്ടി വളർത്തിയ ഒരു തടിയനാണത്രേ നമ്മുടെ ഡ്രൈവറെ വെച്ച് ഇടിച്ചു തെറിപ്പിച്ചത്. അതാരാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഒക്കെ സിഐഡികളാവും. അനന്താ, പറയുമ്പോ വിഷമം തോന്നരുത്. നീ എന്ന് എന്റെ വീട്ടിൽ കാല് കുത്തിയോ അന്ന് തുടങ്ങി എനിക്ക് ആപത്ത്. പ്രഭാകര, ശവത്തെ കുത്തരുത്. എല്ലാം നഷ്ടപ്പെട്ടൊരു പിച്ചാന്തേരിയായി നിന്റെ മുമ്പിൽ വരേണ്ടി വന്നു. ഒരു കള്ള പാസ്പോർട്ട് എത്രയും പെട്ടെന്ന് ഒപ്പിച്ചതാ. ഇവിടെ ലക്ഷങ്ങൾ വെള്ളത്തിലായി കിടക്കുമ്പോഴാണ് അവന്റെ ഒരു പാസ്പോർട്ട്. ആ കുഞ്ഞിഷ്ണ, ആ ലാറിയിലുണ്ടായിരുന്ന ആൾക്കാരുണ്ടല്ലോ, അവന്മാരോട് ഒളിവിൽ പോയിക്കൊള്ളാൻ പറ. ശരി, ഞാൻ ഗുരുവായൂർ വരെ ഒന്ന് പോവുക. ഇനി അതേ ഉള്ളൂ ഏക ആശ്വാസം. എന്റെ പാസ്പോർട്ട് പത്രത്തിൽ പേരുണ്ടായിരുന്നു ശോഭ പറഞ്ഞു. വലിയ വലിയ കള്ളന്മാരെയൊക്കെ സി.ഐ.ഡി പിടിച്ചു അല്ലേ? വായിച്ചായിരുന്നോ? ചിലപ്പോ കണ്ടില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ പേപ്പറിങ് എടുത്തു. എക്സ്പ്രസിൽ എന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിടികൂടപ്പെട്ട കഞ്ചാവ് ലോറിക്കടുത്ത് സി.ഐ.ഡി രാംദാസനും സംഘവും എന്ന അടിക്കുറിപ്പോടുകൂടി. ഇതെങ്ങനെയാ കുഞ്ഞ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്? അതമ്മേ, ഞങ്ങൾക്ക് ഈ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സംശയം തോന്നുന്നവരെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരമുണ്ട്. ആഹാ, ആ മോർണിംഗ് അന്നേ മോനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, ഇതൊന്നും വേണ്ടിയിരുന്നില്ല. കുട്ടികൾക്ക് ഈ പ്രായത്തിൽ ഒരു സൈക്കിൾ അത്യാവശ്യമാണ്. അന്നൊരു പുത്തൻ കുട കൊണ്ടുവന്നപ്പോ വാങ്ങിച്ചെന്നും കരുതി ഇപ്പൊ ഇതൊന്നും വേണ്ട. ഈ സൈക്കിളും കൊടുത്തേച്ച് സി.ഐ.ഡി ഇന്നങ്ങ് പോകും. നാളെ ഇത് പൊട്ടുവോ പൊളിയോ വല്ലതും ചെയ്താ പുതിയത് വാങ്ങിക്കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയോ? ആവശ്യമില്ലാത്ത ദുശീലൊന്നും കുട്ടിയെ പഠിപ്പിച്ചു. സാരമില്ല, കേസ് പിടിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൊണ്ട് വാങ്ങിപ്പോയതാ. സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ എന്റെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ എനിക്കിവിടെ വേറെ ആരുമില്ല. എന്നുവെച്ചാൽ ഓരോരുത്തർക്കും അവരവരുടെ കഥയാണല്ലോ വലുത്. തരക്കേടില്ലാത്തൊരു ചുറ്റുപാടിൽ നിന്ന് എല്ലാം നശിച്ച് ബന്ധുവീട്ടിൽ അടിച്ചുകളിക്കാരി നിൽക്കേണ്ടി വന്ന ഒരു സ്ത്രീയുടെ ഏക മകനാണ് ഞാൻ. അമ്മ മരിക്കുമ്പോൾ ഞാൻ മദ്രാശിയിൽ മേൽവിലാസമില്ലാതെ തെണ്ടി നടക്കുന്ന ഒരു പട്ടിണിക്കാരനായിരുന്നു. കൂടുതലില്ല, കുറച്ചൊക്കെ ജീവിതത്തിൽ അറിയുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. നാട്ടില് ആരുണ്ടിപ്പോ? ഞാൻ വലിയ ആളായാൽ ഒരുപാട് ബന്ധുക്കൾ ഉണ്ടായേക്കാം. തൽക്കാലം ആരുമില്ല. മോനെ കാല് പോകാൻ ധൃതിയില്ല.